സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റോഡ്സിന്റെയും കോൺസിന്റെയും ഫംഗ്ഷനിങ്ങിനെ പറ്റിയാണ്. സോ കോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈറ്റ്, മീഡിയേറ്റ് ഡേ വിഷൻ, കളർ വിഷൻ, സെൻട്രൽ വിഷൻ ആൻഡ് ഫൈൻ വിഷൻ. സോ ഇതിനെല്ലാമാണ് കോൺസ് റെസ്പോൺസിബിൾ. സോ കളർ വിഷൻ തരുന്നത് കോൺസ് ആണ്, ലൈറ്റില് ഡേ വിഷൻ, സെൻട്രൽ ഫൈൻ വിഷൻ. ഓക്കെ, സോ ഓഫ് കോഴ്സ് അപ്പൊ റോഡ്സ് ഡാമേജ് ആവുകയാണെങ്കിൽ നമുക്ക് പെരിഫറൽ ഫീൽഡ് ലോസും നെക്ടലോപ്പിയാണ് ഉണ്ടാവുന്നത്. നൈറ്റ് വിഷൻ കുറയും, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയും. കോൺസിന്റെ ഡിസ്ഫങ്ഷനിങ് ആണെങ്കിൽ സെൻട്രൽ വിഷൻ കുറയും, കളർ വിഷനും കുറയും. സോ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, നമ്മൾ മെയിൻ ആയിട്ടും ഹെറിഡോമാക്യുലർ ഡീജനറേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ. സോ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസസീവ്, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആൻഡ് ഡൈജനിക് കണ്ടീഷൻസ്. ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡോമിനന്റില് മെയിൻ ആയിട്ടും ഡിസീസ് പ്രോമിനന്റ് ആയിരിക്കും. ഓക്കെ, സോ ആരാണോ അഫക്റ്റഡ്, ഐ മീൻ അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റില് മെയിൻ ആയിട്ടും 50% ഓഫ് ദി ചാൻസസ് ഓഫ് ദി അതർ നെക്സ്റ്റ് ജനറേഷനിൽ ഡിസീസ് വരാനുള്ള ചാൻസ് 50% ആയിരിക്കും. സോ ഡിസ്ട്രോഫീസ് ഓഫൻ എക്സ്പ്രസീവ് ആയിരിക്കും അടുത്ത ജനറേഷനിൽ. പിന്നെ എപ്പോഴും ലേറ്റർ ഓൺസെന്റ് ആയിരിക്കും, അതായത് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഡിസീസ് വരത്തില്ല, കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് ഏജ് ആവുമ്പോഴായിരിക്കും ഈ ഡിസീസസ് പ്രോമിനന്റ് ആവുന്നത്. പിന്നെ ഡിസീസസിന്റെ കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മൈൽഡ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു റെസസീവ് ഡിസീസസ്. അതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്നത്. അടുത്ത റെസസീവ് ഡിസീസസിനെയാണ് ഓട്ടോസോമൽ റെസസീവ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് പാറ്റേൺ, അതായത് എക്സ് ലിങ്ക്ഡ് റെറ്റിനോസ്കൈസിസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ, അതെന്ന് പറയുന്നത് അതിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഓട്ടോസോമൽ റെസസീവ് ആണ്. ഡോമിനന്റും റെസസീവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ റെസസീവില് ഏർലിയർ ഓൺസെറ്റ് ആയിരിക്കും, അതായത് ഡിസീസ് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിൽ തന്നെ അഫക്റ്റ് ആവും. അതേപോലെ ഡിസീസിന്റെ സിവിയറിറ്റി ഓട്ടോസോമൽ ഡോമിനന്റിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. കൂടുതൽ കേസസിലും റെസസീവ് ഡിസീസസില് ഫീമെയിൽസ് വിൽ ബി ദ കാരിയർ ഫോർ ഡിസീസസ്. അതായത് ഇപ്പൊ ഒരു ഫസ്റ്റ് ജനറേഷനിൽ ഡിസീസ് ഉണ്ടാകുന്ന വെച്ചോ, അടുത്ത ജനറേഷനിൽ അതൊരു ഫീമെയിൽ, ആ പേരൻസിന് ഒരു ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ ആ ഫീമെയിൽ ചൈൽഡ് ഈ അച്ഛന്റെ അമ്മയുടെ ഡിസീസസിനെ ക്യാരി ചെയ്ത് സൈലന്റ് ആയിട്ടിരിക്കും. അവരുടെ അടുത്ത ജനറേഷനിൽ കൂടുതലും മെയിൽസിനെ ഇത് അഫക്റ്റ് ആവും, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ആൺകുഞ്ഞിലേക്കാണ് കൂടുതലും ഈ ഡിസീസസ്, ഓട്ടോസോമൽ റെസസീവ് ഡിസീസസ് ക്യാരി ചെയ്യുന്നത്. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് ഇല്ല. മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് ഉണ്ടാവാറുണ്ട്, അതും ഇൻഹെറിറ്റൽ മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടാവുന്ന റീസൺ കാരണമാണ് മൈറ്റോകോൺഡ്രിയൽ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവുന്നത്. ഡൈജനിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ കാരണം, മ്യൂട്ടേഷൻ ഓഫ് 2 ഡിഫറെന്റ് ജീൻസ്, അതായത് കമ്പൈൻഡ് ആയിരിക്കും, 2 ജനറ്റിക് ഇത് കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഡിസീസസ്, അതും എല്ലാം റെയർ ആണ്. കൂടുതലായിട്ട് ഓട്ടോസോമൽ ഡോമിനന്റും റെസസീവും ആണ് ഉള്ള കണ്ടീഷൻസ്, മൈറ്റോകോൺഡ്രിയലും ഉണ്ട്. സോ ERG നമ്മളിത് ഓൾറെഡി പറഞ്ഞു. റോഡിന്റെ റെസ്പോൺസ്, കമ്പൈൻഡ് റെസ്പോൺസ് ഉണ്ട്, ഓസിലേറ്ററി റെസ്പോൺസ് ഉണ്ട്, കോൺ റെസ്പോൺസ് ഉണ്ട്, കോൺ ഫ്ലിക്കർ ഉണ്ട്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ERGയിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനി റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിലോട്ട് വരുമ്പം റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയില് എന്ന് പറഞ്ഞാൽ തന്നെ റെറ്റിനയിൽ എന്തോ പിഗ്മെന്റൽ ഡിസ്ട്രോഫി ആണ്, അത് പേരിൽ തന്നെ ഉണ്ട്. സോ ഏജ് ഓഫ് ഓൺസെറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ റെറ്റിനൽ പിഗ്മെന്റോസ. ഏത് ഏജിലാണ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എഗെയിൻ ഇത് ഓട്ടോസോമൽ റെസസീവും ആവാം, ഓട്ടോസോമൽ ഡോമിനന്റും ആവാം. റോഡോപ്സിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പിഗ്മെന്റ് ഓൺ യുവർ റെറ്റിന. ആ റോഡോപ്സിന്റെ ജീനിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. മെയിൻലി ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, രാത്രിയില്
വിഷൻ ഉണ്ടാവത്തില്ല. പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ദി ഫീൽഡ് ഓഫ് വിഷൻ. ഫീൽഡ് ഓഫ് വിഷനെ കൂടുതലായിട്ട് ഇത് അഫക്ട് ചെയ്യും. അതായത് റോഡ്സിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. റോഡ്സ് മെയിൻ ആയിട്ട് എവിടെയാണ് ഉള്ളത്? പെരിഫറൽ റെറ്റിനയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് പെരിഫറൽ ഫീൽഡ് ഓഫ് വിഷൻ, നമ്മൾ വിഷ്വൽ ഫീൽഡിനെ അഫക്ട് ചെയ്യുന്നത്. വിഷ്വൽ അക്യൂട്ടി പെരിഫറലില് അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയും കോൺസിനെ ഇത് അഫക്ട് ചെയ്യാത്തത് കൊണ്ടും തന്നെ ടിപ്പിക്കൽ സെൻട്രൽ വിഷൻ ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് കേസസിൽ മാത്രമേ വിഷ്വൽ അക്യൂട്ടി കുറയൂ. അല്ലെങ്കിൽ വിഷൻ നോർമൽ ആയിരിക്കും, സൈഡ് വിഷൻ മാത്രമേ കുറയത്തുള്ളൂ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ വിച്ച് ഈസ് എ വെരി വെരി കോമൺ കണ്ടീഷൻ. നമ്മുടെ കേരളത്തിലല്ല, ബട്ട് വെൻ യു ഗോ ടു സൗത്ത് റീജിയൻസ്, ഇവിടെ നമുക്ക് കൂടുതലായിട്ടും ഫാമിലിയൽ മാരേജസ് കാണാൻ പറ്റും. കൂടുതൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ, അതായത് റിലേഷനിൽ നിന്ന് മാരേജ് ചെയ്യുന്ന അവരുടെ കുട്ടികളിൽ കൂടുതലായിട്ടും റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ പോലുള്ള കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട്. സോ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയുടെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ട്രയഡ് ഉണ്ട് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയെ പറ്റി പറയുന്നത്. അതായത് 3 ഡിസ്റ്റിങ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉള്ളതാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിൽ. അത് മെയിൻ ആയിട്ടുള്ളത് ഡിസ്ക് പാലർ, ആർട്ടീരിയോളാർ അറ്റിനുവേഷൻ, ബോണി സ്പിക്യൂൾ ഫോർമേഷൻ. ഡിസ്ക് പാലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക് ഡിസ്ക് പെയിൽ ആയിരിക്കും. ആർട്ടീരിയോളാർ അറ്റിനുവേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടീരിയോൾസ് ഇൻ ദ റെറ്റിന ക്യാൻ ബിക്കം നാരോഡ്. പിന്നെ ബോണി സ്പിക്യൂൾസ് പോലെ ഉള്ള ഡെപ്പോസിറ്റ്സ് നമ്മുടെ റെറ്റിനയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓക്കെ, സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നൈറ്റ് വിഷൻ കുറയും, ഡാർക്ക് അഡാപ്റ്റേഷൻ, അതായത് പെട്ടെന്ന് ലൈറ്റിൽ നിന്നും ഡാർക്കിലോട്ട് പോകുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പെരിഫറൽ വിഷൻ കുറയും, ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്സിൽ പ്രശ്നം, അതായത് പെട്ടെന്ന് ഒരു നൈറ്റിൽ നിൽക്കുമ്പോൾ ഫ്ലാഷിംഗ് ഓഫ് ലൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്പോൺസിനെ എലിസിറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം വരും. പിന്നെ ഫാമിലി ഹിസ്റ്ററി, അതായത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും RP ഉണ്ടെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. സയൻസ് എന്ന് പറയുന്നത് വിഷ്വൽ അക്യൂട്ടി നോർമൽ ആയിരിക്കും. അതായത് സെൻട്രൽ വിഷൻ അഫക്ട് ചെയ്താൽ മാത്രമേ വിഷ്വൽ അക്യൂട്ടി അഫക്റ്റഡ് ആവത്തുള്ളൂ. കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി അഫക്റ്റഡ് ആയിരിക്കും. ബോണി സ്പിക്യൂൾ ഫോർമേഷൻസ് ഉണ്ടാവും റെറ്റിനയിൽ. RP റെറ്റിനൽ പിഗ്മെന്റൽ എപ്പിത്തീലിയൽ ലെയറിൽ അട്രോഫി ഉണ്ടാവാം, ആർട്ടീരിയോളാർ നാരോ ആവാം, ഡിസ്ക് പാലർ ഉണ്ടാവും. ഇതിന്റെ പിക്ചർ കാണിച്ചു തരാവേ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിൽ ഇത് ഏർലി സ്റ്റേജ് ആണ് കേട്ടോ. ഏർലി സ്റ്റേജിൽ ഇതാണ് ബോണി സ്പിക്യൂൾസ് എന്ന് പറയുന്നത്. ഡാർക്ക് അതായത് RPE, അതായത് ഫോട്ടോ റിസെപ്റ്റർ ലെയർ ഉണ്ടല്ലോ, റെറ്റിനൽ പിഗ്മെന്റൽ എപ്പിത്തീലിയൽ ലെയർ ഉണ്ടല്ലോ, അതിനകത്ത് ഡിസ്ട്രഫീസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് പോലെ നമ്മുടെ റെറ്റിനയില് പെരിഫറൽ റെറ്റിനയില് ചെറുതായിട്ട് തുടങ്ങും. പതുക്കെ 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 പതുക്കെ, അതായത് ഇത് 1-2 ദിവസം കൊണ്ടൊന്നും നടക്കുന്നതല്ല. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. അതായത് ഫൈനൽ സ്റ്റേജിൽ നോക്കിയ, അതായത് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ റോഡ് സെൽസ് ഡീജനറേറ്റ് ആയി പോവാണ്. ഡീജനറേറ്റ് ആയി ഇങ്ങനെ നമ്മുടെ റെറ്റിനയ്ക്കകത്ത് പോയി ഡെപ്പോസിറ്റ് ആവും. കുറച്ചുകൂടെ സിവിയർ സ്റ്റേജ് ആണ്. ഫൈനൽ സ്റ്റേജിൽ നോക്കി ഇത്രയും ഭാഗമാണ് റെസ്പോൺസിബിൾ ഫോർ യുവർ വിഷൻ അല്ലേ, ഫോവിയ. ഇത് കയറി വരുമ്പോഴാണ് നമ്മുടെ വിഷൻ കുറയുന്നത്, വിഷ്വൽ ഫീൽഡ് കുറയുന്നത്. ഫുള്ള് ബ്ലാക്ക് ആയി കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് വിഷൻ കിട്ടത്തില്ല. സോ ഇതാണ് അഡ്വാൻസ്ഡ് സ്റ്റേജ്. ERG റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയിൽ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടും റോഡിന്റെ റെസ്പോൺസ് ആയിരിക്കും അഫക്റ്റഡ് അല്ലെ. കോൺ അല്ല നോർമൽ, റോഡ് ആയിരിക്കും അബ്നോർമൽ. സോ ഇതാണ് ശരിക്കും റോഡിന്റെ പീക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ പീക്ക് ഉണ്ടോ റോഡിന്റെ റെസ്പോൺസ് പൂവർ ആണ്, താന്നിട്ടുണ്ട്. അതായത് കമ്പൈൻഡ് റെസ്പോൺസിലും റോഡിന്റെ റെസ്പോൺസിന് പ്രോബ്ലം ഉണ്ടാവും. അതായത് ഇത് ഇപ്പൊ നോർമലില് A വേവിന് ഒരു ടിപ്പിക്കൽ പീക്ക് പോകണം B വേവിലേക്ക്, എന്നാലേ അത് റോഡ്സിന്റെ ഫങ്ഷനിങ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കമ്പൈൻഡ് റെസ്പോൺസിലും റോഡിന്റെ പീക്ക് കിട്ടിയിട്ടില്ല. ഓസിലേറ്ററി പൊട്ടൻഷ്യൽ വിൽ ബി നോർമൽ,
കോണിന്റെ ഇതും നോർമൽ ആയിരിക്കും, കോൺ ഫ്ലിക്കറും നോർമൽ ആയിരിക്കും. ഇത് മൂന്നും നോർമൽ ആയിരിക്കും. വേറെ റോഡിന്റെ റെസ്പോൺസും കമ്പൈൻഡ് റെസ്പോൺസും അഫക്റ്റഡ് ആയിരിക്കും. ഇതാണ് ടിപ്പിക്കൽ ഫൈൻഡിങ് ഓഫ് RP. സോ RP പോലുള്ള കണ്ടീഷൻസിലാണ് ERG ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ഫാക്ടർ ടു ഡയഗ്നോസ് യുവർ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഏർലി സ്റ്റേജിൽ, RPയുടെ ഏർലി സ്റ്റേജിൽ ചിലപ്പം ഇങ്ങനത്തെ ഡെപ്പോസിറ്റ്സ് ഒന്നും നമുക്ക് കണ്ടുന്ന് വരില്ല. ഫണ്ടസ് വിൽ ബി നോർമൽ, പക്ഷെ പേഷ്യന്റ് വിൽ ബി കംപ്ലൈനിങ് ഓഫ് നൈറ്റ് വിഷൻ. അപ്പോഴത്തെ കേസസിലാണ് നമ്മൾ ERG ചെയ്യേണ്ടത്. ERG ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റോഡിന്റെ റെസ്പോൺസ് താന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഏർലി retinitis pigmentosa. സോ ഫീൽഡില് ടണൽ വിഷൻ എന്ന് പറയുന്നതൊക്കെ ഈ സ്റ്റേജ് ആവുമ്പോഴേ ടണൽ വിഷൻ വരത്തുള്ളൂ. അതായത് ടണലിൽ കൂടെ നോക്കുന്നത്, അതായത് പെരിഫറൽ ഫീൽഡ് ഓഫ് വിഷൻ വിൽ ബി അഫക്റ്റഡ്, സെൻട്രൽ വിഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊക്കെ അഡ്വാൻസ്ഡ് കേസസിലാണ്. പിന്നെ നേരത്തെ RP ആണ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹെറിഡോമാക്യുലർ ഡീജനറേഷൻ ഒരു കണ്ടീഷനും തന്നെ ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്ക് ഹെമറേജസ് ഒക്കെ ആണെങ്കിൽ ലേസർ ചെയ്യാം, അല്ലെങ്കിൽ VEGF ഇഞ്ചക്ഷൻ ചെയ്യാം. പക്ഷെ വേറെ നമുക്ക് ഹെറിഡോമാക്യുലർ ഡീജനറേഷൻസ് എന്ന് പറയുന്നത് ഇത് ഫാമിലിയിലായിട്ട് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡിസീസസ് ആണ്. അതിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഡിസീസിന്റെ സിവിയറിറ്റിയും പ്രോഗ്രഷനും ഒക്കെ കണക്കാക്കി നമുക്ക് ലോ വിഷൻ റീഹാബിലിറ്റേഷൻസ് കൊടുക്കാം എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെന്റും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് ഫെർദർ പ്രോഗ്നോസിസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ A തെറാപ്പി കൊടുക്കാറുണ്ട്. ഫോർ ലോ വിഷൻ വേണ്ടുന്ന പേഷ്യൻസിന് ലോ വിഷൻ റീഹാബിലിറ്റേഷൻസ് കൊടുക്കുക. അല്ലാതെ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് റോഡ്സൺ ഡിസ്ട്രോഫിക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ടെന്ന് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ജീൻ തെറാപ്പി ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും ക്ലിനിക്കലി ഒന്നിന്റെയും സക്സസ് ഇതുവരെ ക്ലിനിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെ ഒന്നും തന്നെ ആയിട്ടില്ല. സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് RP. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മെയിൻലി ഒരു ജനറ്റിക് ഡിസീസ് ആണല്ലേ. സോ ജനറ്റിക് ഡിസീസ് ആകുമ്പോൾ അത് കണ്ണിനെ മാത്രം ആയിരിക്കത്തില്ല അഫക്ട് ചെയ്യുന്നത്. ഈ RP പോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് വേറെ സിസ്റ്റമിക് അബ്നോർമാലിറ്റീസും ഉണ്ടാവാം. സോ മെയിൻ ആയിട്ട് RP കണ്ടുവരുന്നത് ഈ ബാർഡറ്റ് ബീഡൽ സിൻഡ്രോം അല്ലെങ്കിൽ യൂഷേഴ്സ് സിൻഡ്രോം, കെയ്ൻ സെയർ സിൻഡ്രോം ഒക്കെ ഉള്ള കിഡ്സിലാണ് മെയിൻ ആയിട്ട് നമുക്ക് RP കണ്ടുവരുന്നത്. ബാർഡറ്റ് ബീഡൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പോളിഡക്റ്റിലിറ്റി, അതായത് നമ്പർ ഓഫ് ഫിംഗേഴ്സ് വിൽ ബി മോർ, ഒരു എക്സ്ട്രാ ഫിംഗർ ഉണ്ടാവും. പേഷ്യന്റ് വിൽ ഹാവ് ഒബിസിറ്റി, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം, പിഗ്മെന്ററി റെറ്റിനോപ്പതി ഉണ്ടാവാം. സോ ഇതെല്ലാം ഒരു കമ്പൈൻഡ് ഡിസീസ് ആണ്, RP മാത്രമല്ല. നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും കണ്ടുവരാറുണ്ട്. വേറെ സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പേഷ്യൻസും ഉണ്ടാവാറുണ്ട്. യുഷേഴ്സ് സിൻഡ്രോം ഉണ്ടാവാറുണ്ട് RP അസോസിയേറ്റഡ് ചെയ്ത്. യുഷേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ ഡെഫ്നെസ്, ജനിക്കുമ്പോഴേ കേൾവി കുറവുണ്ടായിരിക്കും പേഷ്യൻസിന്. പിന്നെ കെയ്ൻ സെയർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ടോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ്. ഓക്കെ, സോ അതൊക്കെയാണ് RP എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി കോമൺ കണ്ടീഷൻ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു വെരി കോമൺ കണ്ടീഷൻസ് ആണ്. സോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് കംപ്ലൈന്റ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻ നൈറ്റ് വിഷൻ, യു ഹാവ് ടു തിങ്ക് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ ഹെറിഡോമാക്യുലർ ഡീജനറേഷൻ ആണ്. റോഡ്സിന്റെ ഫങ്ഷനിങ് കുറവായതുകൊണ്ടാണ് നൈറ്റ് വിഷൻ കുറയുന്നത്. ഓക്കെ, അടുത്തത് ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസ്. അഗൈൻ ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസും ഇത് തന്നെ, പക്ഷേ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് യുവർ ഇൻഫൻസിലായിരിക്കും ഉണ്ടാവുന്നത്. ആട്ടോസോമൽ റെസസീവ് ആണ്, വിഷ്വൽ ഇമ്പയർമെന്റ് സിവിയർ ആണ്. പേഷ്യന്റ് വിൽ ഹാവ് നിസ്റ്റാഗ്മസ്. നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഐബോൾ മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് നിസ്റ്റാഗ്മസ് എന്ന് പറയുന്നത്. ഹൈപ്പറോപ്പിയ ഉണ്ടാവാം, ഓക്കുലർ ഡിജിറ്റൽ സൈൻ ഉണ്ടാവാം. ഓക്കുലർ ഡിജിറ്റൽ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ കണ്ണിന്റെ പെരിഫറൽ പോർഷനിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഒരു റൗണ്ട് പോലൊരു ഷാഡോ നമ്മുടെ കണ്ണിന്റെ ഓപ്പോസിറ്റ് ടെമ്പറൽ സൈഡിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, കണ്ണിന്റെ സൈഡിൽ. അപ്പൊ ഒരു റൗണ്ടിൽ ഒരു ഓക്കുലർ ഡിജിറ്റൽ സൈൻ നിങ്ങളുടെ നെയ്സൽ
നേസൽ ഫീൽഡിൽ വരും അല്ലേ. സോ എപ്പോഴും പേഷ്യന്റിന് വിഷൻ ഇല്ല, അതുകൊണ്ട് വിഷൻ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് ഈ ഒരു ആഫ്റ്റർ ഇമേജിന്റെ റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരെപ്പോ നോക്കിയാലും ഇങ്ങനെ കണ്ണിങ്ങനെ ഇട്ട് ഞെക്കി 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 ഇരിക്കുന്നതാണ്. അത് ടിപ്പിക്കൽ സൈൻ ഓഫ് യുവർ ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസ് ആണ്. അതായത് കിഡ്സ് അല്ലേ, ഇൻഫൻസ് അല്ലേ, അവർക്ക് വേറെ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ അവര് തരുന്ന ഒരു സൈൻ ആണ്, അവർക്ക് കാണുന്നില്ല, അങ്ങനത്തെ ഒരു സൈൻ ആണ് ഈ ഓക്ലോ ഡിജിറ്റൽ സൈൻ എന്ന് പറയുന്നത്. ഫണ്ടസ് നോർമൽ ആയിരിക്കും. ആർ പിയില് ചെറിയ ഗ്രാന്യൂൾസും ആക്ടിവേഷനും ഒക്കെ ഉണ്ടാവാം. ഇതാണ് ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നമ്മള് എടുത്തു നോക്കുമ്പം ഒരു കുഴപ്പവും കാണത്തില്ല ഫണ്ടസിന്, പക്ഷെ അവർക്ക് വിഷൻ ഉണ്ടാവത്തില്ല. പ്യൂപ്പിലറി റിഫ്ലക്സസിനുള്ള റെസ്പോൺസ് കുറവായിരിക്കും. റെറ്റിനോപ്പതി പെരിഫറയിൽ ഉണ്ടാവാം. നമ്മുടെ ഫണ്ടസിൽ ചെറിയ സോൾട്ട് ആൻഡ് പെപ്പർ, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചേഞ്ചസ് ഉണ്ടാവാം. മാക്യുലയിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ കൊളബോമ ഉണ്ടാവാം. റെറ്റിനോപ്പതി, അങ്ങനത്തെ അട്രോഫി. സോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. നമ്മുടെ ഐബോളിൽ ഇനോഫ്താൽമസ് ആയിരിക്കാം, ചിലപ്പോൾ ഐബോൾ ഫുള്ളി ആയിട്ടുണ്ടാവത്തില്ല. കെരട്ടോകോണസ് ഉണ്ടാവാം, കെരട്ടോഗ്ലോബസ് ഉണ്ടാവാം അസോസിയേറ്റഡ് വിത്ത്. സോ അതാണ് ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസ്. Can leads to severe visual impairment. കണ്ടില്ലേ, ഇതാണ് ഓക്ലോ ഡിജിറ്റൽ സൈൻ. ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു വിഷ്വൽ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ സൈൻ. ഒപ്റ്റിക് നെർവ് ഡ്രൂസൺ കാണാം, പിഗ്മെന്റൽ അട്രോഫി കാണാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കേസസിലൊക്കെ. ഇറ്റ്സ് ലൈക്ക് സിവിയർ വിഷ്വൽ ഇമ്പയർമെന്റ് ആണ്. അപ്പൊ അതൊക്കെ റീഹാബിലിറ്റേഷൻ ചെയ്ത് ലോ വിഷൻ തെറാപ്പി ഒക്കെ കൊടുത്ത് നമുക്ക് ബ്ലൈൻഡ് സ്കൂളിലും അല്ലെങ്കിൽ ലോ വിഷൻ കെയർ സെന്റേഴ്സിലും ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ വേണം ഇങ്ങനത്തെയൊക്കെ കിഡ്സിനെ നമ്മൾ വളർത്താൻ തന്നെ. അതായത് നമുക്കിപ്പോ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മള് വിടുവാണോ ചെയ്യേണ്ടത്? അല്ല, ഇവർക്ക് വേണ്ടിയുള്ള ഒരുപാട് സ്പെഷ്യൽ സ്കൂൾസും ഒരുപാട് ലോ വിഷൻ കെയർ സെന്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലോട്ട് നമ്മൾ റെഫർ ചെയ്യണം. ബിക്കോസ് ദേ ഓൾസോ നീഡ് ടു സ്റ്റഡി ആൻഡ് ഷുഡ് ഹാവ് എ കരിയർ അല്ലേ. ടിപ്പിക്കൽ ERG റെസ്പോൺസ് ആയിരിക്കും ഇത്. അതായത് ERGയില് റോഡും റെസ്പോണ്ട് ചെയ്യത്തില്ല, കോണും റെസ്പോണ്ട് ചെയ്യത്തില്ല, എല്ലാം ഫ്ലാറ്റ് ആയിട്ടുള്ള വേവ്സ് ആയിരിക്കും ERGയില്. സോ അതാണ് ലെബേഴ്സ് കൺജനൈറ്റൽ അമറോസിസ്, LCA. അടുത്ത കൺജനൈറ്റൽ സ്റ്റേഷനറി നൈറ്റ് ബ്ലൈൻഡ്നെസ്, CSNB. അഗെയിൻ CSNB വിത്ത് നോർമൽ ഫണ്ടസ് ഉണ്ടാവാം, അബ്നോർമൽ ഫണ്ടസ് ഉണ്ടാവാം. അബ്നോർമൽ ഫണ്ടസ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് ഒഗുച്ചീസ് ഡിസീസ് ആൻഡ് ഫണ്ടസ് ആൽബിപങ്ക്ടേറ്റസ്. സോ CSNB അഗെയിൻ ഒരു നോൺ പ്രോഗ്രസീവ് ഡിസീസ് ആണ്. വേറെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം. ഡേ ടൈമിൽ നോർമൽ വിഷൻ ആയിരിക്കും, ഫണ്ടസ് നോർമൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ റോഡ് അല്ലെ, റോഡിന്റെ എന്തോ അബ്നോർമാലിറ്റി ആണ്. അഗെയിൻ ERG ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റോഡിന്റെ റെസ്പോൺസ് കുറവായിരിക്കും, കമ്പൈൻഡ് റെസ്പോൺസിലും റോഡിന്റെ റെസ്പോൺസ് മാത്രം കുറവായിരിക്കും, ബാക്കിയെല്ലാം നോർമൽ ആയിരിക്കും. ഓട്ടോസോമൽ റെസസീവ് ആണ്. ഒഗുച്ചീസ് ഡിസീസ് ഓട്ടോസോമൽ റെസസീവ് ആണ്. ഇത് ഒഗുച്ചീസ് ഡിസീസ് എന്ന് പറയുന്നത് കൺജനൈറ്റൽ സ്റ്റേഷനറി നൈറ്റ് ബ്ലൈൻഡ്നെസ് വിത്ത് അബ്നോർമൽ ഫണ്ടസ്. ഓക്കെ, ഓക്കെ. സോ ഡേ വിഷൻ നോർമൽ ആയിരിക്കും, നൈറ്റ് വിഷൻ ആയിരിക്കും അഫക്റ്റഡ്. നൈറ്റ് വിഷനിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം. ഫണ്ടസിൽ മെറ്റാലിക് ഷീൻ പോലുള്ള അപ്പിയറൻസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഈ ഷീൻ എന്ന് പറയുന്നത് പ്രൊലോഗ് ഡാർക്ക് അഡാപ്റ്റേഷന് ശേഷം ഉണ്ടാവത്തില്ല. ലൈറ്റ് അഡാപ്റ്റേഷന് ശേഷം എഗെയിൻ ഈ ഫണ്ടസിലുള്ള ഷീൻ അപ്പിയർ ആവും. ഓക്കെ, അതാണ് ടിപ്പിക്കൽ സൈൻ ഓഫ് ഒഗുച്ചീസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതാണ് മെറ്റാലിക് ഷീൻ. ഇത് ഫണ്ടസിൽ മെറ്റാലിക് ഷീൻ ഉണ്ടാവാം. ഡാർക്ക് അഡാപ്റ്റേഷന് ശേഷം അത് ഡിസപ്പിയർ ആവും. ഓക്കെ,
again Oguchi's disease നെഗറ്റീവ് പോസിറ്റീവ് കമ്പൈൻഡ് റെസ്പോൺസ് ആയിരിക്കും. കമ്പൈൻഡ് റോഡ് റെസ്പോൺസ് കുറവായിരിക്കും. കമ്പൈൻഡ് റെസ്പോൺസിലും കോൺസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, റോഡ്സ് ഒട്ടും തന്നെ ഇല്ല. ഓക്കെ, സോ ഇതാണ് നെഗറ്റീവ് പോസിറ്റീവ് കമ്പൈൻഡ് റെസ്പോൺസ് ആയിരിക്കും ഒഗുച്ചീസ് ഡിസീസിൽ. ഫണ്ടസ് ആൽബി പങ്ക്ടേറ്റസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ നിക്ടലോപ്പിയ വിഷ്വൽ അക്യൂട്ടി പ്രിസർവ്ഡ് ആയിരിക്കും. പക്ഷെ ഫണ്ടസിൽ ടൈനി വൈറ്റ് ഡോട്ട്സ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇതാണ് ഫണ്ടസ് ആൽബി പങ്ക്ടേറ്റസ്. വൈറ്റ് ഡോട്ട് 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 പോലുള്ള ഡെപ്പോസിറ്റ്സ് ആയിരിക്കും ഫണ്ടസില്. ERG അഗെയിൻ ഡാർക്ക് അഡാപ്റ്റേഷന് ശേഷം ബെറ്റർ ആവും, കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട് ERG. എന്നാലും ERG പൊതുവെ റെസ്പോൺസസ് കുറവായിരിക്കും. അടുത്തത് കോൺ ഡിസ്ട്രോഫി. ഇത്രയും നേരം നമ്മൾ റോഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസീസസ് ആണ് കണ്ടത്. ഇനി അടുത്ത കോൺ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിനെ അഫക്ട് ചെയ്യുന്നത്. ഓട്ടോസോമൽ ഡോമിനന്റ് ആയിരിക്കും. കോണിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിഷൻ കംപ്ലീറ്റ്ലി കുറവായിരിക്കും. ഓക്കെ, ഫോട്ടോഫോബിയ ഈസ് എ ടിപ്പിക്കൽ സൈൻ ഓഫ് കോൺ ഡിസ്ട്രോഫി. കോൺസ് അഫക്റ്റഡ് ആണെങ്കിൽ ഫോട്ടോഫോബിയ ഉണ്ടാവാം, നിസ്റ്റാഗ്മസ് ഉണ്ടാവാം, വെരി വെരി പുവർ പ്രോഗ്നോസിസ്. കോൺസ് അഫക്റ്റ്, റോഡ്സ് അഫക്റ്റ് ആവുന്നത് കൂട്ടല്ല കോൺസ് അഫക്റ്റ് ആവുന്നത്. റോഡ്സ് അഫക്റ്റ് ആയാൽ നിങ്ങളുടെ പെരിഫറൽ വിഷൻ മാത്രമേ കുറയൂ, സെൻട്രൽ വിഷൻ അഡ്വാൻസ്ഡ് കേസസിലാണ് കുറയുന്നത്. വൈറസ് കോൺസ് അഫക്റ്റഡ് ആയാൽ നിങ്ങളുടെ സെൻട്രൽ വിഷൻ തന്നെ കുറയും. സോ കോൺ ഡിസ്ട്രോഫിയിൽ എപ്പോഴും സെൻട്രൽ ഫോവിയൽ ആയിരിക്കും പ്രോബ്ലം. ഓക്കെ, FFL നോക്കിയേ, കോണില് മാക്കുലർ റീജിയനിലായിരിക്കും ഡിസ്ട്രോഫീസ് കാണുന്നത്. ERG അഗെയിൻ റോഡിന്റെ റെസ്പോൺസ് നോർമൽ ആയിരിക്കും, കോണിന്റെ കമ്പൈൻഡ് റെസ്പോൺസ് നോർമൽ ആയിരിക്കും. ഓസിലേറ്ററി പൊട്ടൻഷ്യൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. വെറസ് 30 ഹെർട്സ് ഫ്ലിക്കറും കോണിന്റെ റെസ്പോൺസും ഫുള്ളായിട്ട് അബ്നോർമൽ ആയിരിക്കും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ERG വെച്ച് എങ്ങനെയാണ് റോഡാണോ കോണിന്റെ ആണോ ഡിസ്ട്രോഫി എന്ന് മനസ്സിലാക്കുന്നതെന്ന്. സോ കോൺ ഡിസ്ട്രോഫിയിൽ അഗൈൻ സെൻട്രൽ സ്കോട്ടോമേഴ്സ് ഉണ്ടാവാം. മാനേജ്മെന്റ് ഇസ് വിത്ത് ലോ വിഷൻ. അതായത് നമ്മൾ സെൻട്രൽ വിഷൻ പോയി, അപ്പൊ പെരിഫറൽ വിഷനെ ട്രെയിൻ ചെയ്ത് എടുക്കണം. അതാണ് ലോ വിഷനിൽ നമ്മൾ ചെയ്യുന്നത്. കോൺ റോഡ് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാല് ആദ്യം കോൺസ് ആയിരിക്കും എഫക്റ്റ് ആവുന്നത്. കോൺസിന് പതുക്കെ റോഡ്സിലോട്ട് പോകും. എഗെയിൻ വിഷ്വൽ അക്യൂട്ടി കുറയും, കളർ വിഷൻ ഉണ്ടാവും, ഫോട്ടോ വേർഷൻസ് ഉണ്ടാവാം, സെൻട്രൽ സ്കോട്ടോമ വരാം. പെരിഫറൽ വിഷൻ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ആയി ഡേ വിഷനും പോകും, നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഉണ്ടാവും. രണ്ടോട് ചേർന്ന് വരുന്ന ഒരു കണ്ടീഷനാണ്. ERGയില് എല്ലാം അബ്നോർമൽ ആയിരിക്കും. റോഡിന്റെ റെസ്പോൺസ് അബ്നോർമൽ ആയിരിക്കും, കോണിന്റെ റെസ്പോൺസ് അബ്നോർമൽ ആയിരിക്കും. വെരി വെരി പുവർ പ്രോഗ്നോസിസ് വെൻ കമ്പയർഡ് ടു RP. അതായത് RPയില് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയില് പെരിഫറൽ വിഷൻ മാത്രമേ ഉള്ളൂ അഫക്റ്റഡ്. വെറസ് കോൺ ഡിസ്ട്രോഫിയില് രണ്ടും എഫക്റ്റ് ആവുന്നത് കൊണ്ട് ഭയങ്കര പുവർ പ്രോഗ്നോസിസ് ആയിരിക്കും. അടുത്തത് റെറ്റിനൈറ്റിസ് പിഗ്മെന്റൽ എപ്പിത്തീലിയം. ആ റെറ്റിനൈറ്റിസ് പിഗ്മെന്റൽ എപ്പിത്തീലിയലിൽ വരുന്ന ഡീജനറേഷൻ. Again ഇതാണ് സ്റ്റാർഗാർഡ് ഡിസീസ്. ദിസ് ഇസ് ഓൾസോ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഓട്ടോസോമൽ റെസസീവ് ആണ്. ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡെക്കേഡ് ഓഫ് ലൈഫിലായിരിക്കും ഉണ്ടാവുന്നത്. പതുക്കെയാണ് വിഷൻ കുറയുന്നത്. അതായത് 3/60 to 6/9 ഡിപ്പെൻഡിങ് ഓഫ് സെവിയറിറ്റി. ഇത്രയായിരിക്കും നമ്മുടെ വിഷ്വൽ അക്യൂട്ടി കുറയുന്ന ഒരു റേഞ്ച്. ഗ്രാജുവൽ ഡിക്രീസ് ഇൻ വിഷൻ ആയിരിക്കും.